നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വേറൊരു ലോകമാണ് അല്ലെ, ഒരുമിച്ചിരിക്കുന്ന. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല, ഞങ്ങൾ ഒരു സഹോദരനെ പോലെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മനോഹരമായ യാത്രക്കിടയിലാണ് മീ ടു എന്ന ക്യാമ്പയിൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തിരശീലയ്ക്ക് അപ്പുറത്ത് നിന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആവിഷ്കാരങ്ങളും അനുഭവങ്ങളും, സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും ചങ്ക് ബ്രോവും ചങ്ക് സിസ്സുമല്ല പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ തന്റെ റൂമിലെ ബെല്ല് നിർത്താതെ അമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച്, തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടി വേറൊരു റൂമിൽ ചെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന, നമ്മുടെ മുമ്പിൽ നല്ല ബുള്ളറ്റും ബൈക്കും എടുത്തെടുക്ക പപ്പിച്ചു കളിക്കുന്ന നടിയാണ് പറയുന്നത് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന്. അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല സുഖമുള്ള, കേൾക്കുവാൻ രസമുള്ള സംഭവങ്ങളല്ല എന്ന് വ്യക്തം. പക്ഷെ ഇത് നമ്മൾ പറയാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ബ്രദറിനെ പോലെയാണെന്ന് നിങ്ങൾ പറയുന്നത്, അദ്ദേഹം എന്റെ സഹോദരനെ പോലെയാണെന്ന്, അങ്ങനെ ഒരു പോലെ ഇസ്ലാമിൽ ഇല്ല. സഹോദരനും സഹോദരിയും എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പോലെ എന്നൊരു പദം ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പോലെ എന്നത് നിങ്ങൾ നടിക്കുന്ന കപടത മാത്രമാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുന്ന ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ. നീ എങ്ങനെ നടക്കണം, നീ എങ്ങനെ ചിരിക്കണം, നീ എന്ത് ധരിക്കണം, നീ എന്ത് തിന്നണം കുടിക്കണം എന്നത് കൃത്യമായി പറഞ്ഞു തരുന്ന ഇസ്ലാമിന്റെ അടിയാളുകളാണ് നമ്മൾ. അതുകൊണ്ട് അഭിമാനത്തോട് നമുക്ക് പറയുവാൻ സാധിക്കും, അങ്ങനെ ഒരു പോലെയില്ല. കസിൻസ്, എന്റെ ബ്രദർ അല്ല, അതുപോലെ അല്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദ് എന്ന് പറയുന്ന തന്റെ ദത്തുപുത്രന്റെ ഭാര്യയായ സൈനബിനെ നീ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ അസ്വസ്ഥനാവുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് എന്റെ മകനെ പോലെ ഞാൻ കരുതിയ സെയ്ദിന്റെ ഭാര്യയെ സൈനബിനെ ഞാൻ എങ്ങനെയാണ് വിവാഹം ചെയ്യുക എന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹു നൽകുന്ന താക്കീത്, പോലെ എന്നൊന്നില്ല, അത് നിന്റെ മകനല്ല, ദത്തുപുത്രൻ മാത്രമാണ്. പ്രവാചകനെ വല്ലാതെ പരീക്ഷിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കടന്നുപോയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഇത് നമ്മൾ പറയാൻ പാടില്ല. അപ്പോഴാണ് പറയുക, ഫറൂഖ് കോളേജിൽ എന്തുകൊണ്ടാണ് ഒരു ബെഞ്ചിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്ത് സംഭവിക്കാനാ സഹോദരന്മാരെ എന്ന് ചാനൽ ചർച്ചകൾ ധാരാളമായി നടക്കും. അവർ പറയും താലിബാനിസം എന്ന് പറയും അല്ലെ, കറുത്ത പർദ്ദക്കുള്ളിൽ അമർന്നുപോയ പാവം പെൺകുട്ടികളെന്ന് അവർ വിലപിക്കും. എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ ഇങ്ങനെയായിപ്പോയത്, മുസ്ലിം പുരുഷന്മാർ ഇങ്ങനെയായിപ്പോയതെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് പറയുവാൻ സാധിക്കണം, അള്ളാഹുവും അവന്റെ പ്രവാചകനും നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്ന സദാചാരത്തിന്റെ അതിർവരമ്പുകളും വേലിക്കെട്ടുകളും നമ്മെ പിടിച്ചു മുറുക്കുവാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് മനോഹരമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടിയുള്ളതാണ്. വളരെ മനോഹരമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്ലാമിന്റെ സദാചാര ഹുദൂദുകൾ പരിധികൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലെ. പ്രമുഖ നടികളും നടന്മാരും അടക്കം പരസ്പരം ആരോപണവും കരയലും പിഴിച്ചിലുമായിക്കൊണ്ട് വാർത്താ ചാനലുകളിൽ ഇങ്ങനെ ഒന്നും നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്, വമാലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു ഫീ അംരിഹി. അള്ളാഹും അവന്റെ പ്രവാചകനും ഒരു കാര്യം വിധിച്ചതിന് ശേഷം വിധിച്ചാൽ പിന്നീട് സത്യവിശ്വാസിനിക്കോ അതിൽ ഒരു അതൃപ്തിയോ മറിച്ചൊരു തീരുമാനമെടുക്കുവാനോ അവകാശമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്കത് സ്വീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല, ചോയ്സ് ഇല്ല. നിങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇടങ്ങേറ് തോന്നും അല്ലെ. എങ്ങനെയാണത് സാധ്യമാവുക? നമുക്കറിയാം സഹോദരന്മാരെ, നമ്മുടെ ഒരു ആട്ടിൻകുട്ടിയെ പുല്ല് മേയ്ക്കാൻ വേണ്ടി, ഇങ്ങനെ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കെട്ടിയെന്ന് വിചാരിക്കുക. അപ്പുറത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് വേലിക്കെട്ടൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞു ആട്ടിൻകുട്ടി അങ്ങോട്ട് പോയാൽ അപകടമുണ്ടാവുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാൽ നമ്മുടെ ഒരു വേലിക്കെട്ട് കെട്ടും.
ഇവിടെ നല്ല പച്ച പുല്ലുണ്ട്, നിങ്ങൾ ആസ്വദിച്ച് തിന്നുകൊള്ളുക, പക്ഷെ അങ്ങോട്ട് പോവേണ്ടതില്ല എന്നതാണല്ലോ ആ ആട്ടിൻകുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം അറിവില്ലാത്ത ആ ആട്ടിൻകുഞ്ഞിന് ആ അറിവ് നൽകേണ്ടത് നമ്മളാണെന്ന ബോധം നമുക്കുള്ളതിനാലാണ് ആ അതിര് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അതിരായിട്ടല്ല മനസ്സിലാക്കുന്നത് പലപ്പോഴും എന്നതാണ് വസ്തുത. ഇത് നമ്മളെ കുടുക്കി നിർത്തുവാനുള്ള ഒന്നായി കൊണ്ട് കരുതുമ്പോഴാണ് ആ വേലിക്കെട്ട് കടന്ന് അപ്പുറത്തേക്ക് കടന്നാൽ ആർക്കാണ് അപകടമുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും ആരാണോ ആ പരിധികൾ ലംഘിക്കുന്നത് ആ ആട്ടിൻ കുഞ്ഞിനാണ് പ്രശ്നം എന്നത് കൃത്യമായിട്ട് നമുക്കറിയാമായിരുന്നിട്ട് കൂടി ആ അതിര് പൊളിച്ചപ്പുറത്തേക്ക് കടക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ് നമ്മൾ. അപ്പോഴാണ് ആളുകൾ പറയുക എന്തേ മതദേഹം എന്ന് പറയും അല്ലെ. പർദ്ദയെ മയ്യത്തായിട്ട് ചിത്രീകരിക്കും, കവികൾ ഇങ്ങനെ എഴുതിക്കൂട്ടും, മതദേഹമാണ് മൃതദേഹമാണ് മക്കളെ. സാറാ ജോസഫിനെ പോലെയുള്ള എഴുത്തുകാരികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കറുത്ത പർദ്ദ അവൾ തുന്നിക്കൊണ്ടേയിരിക്കുകയാണ് പാവം.